നമുക്ക് ഈ പച്ച ആപ്പിളിനെ പിടിച്ചിട്ട് നല്ല മധുരമുള്ള നല്ല പഴുത്ത ആപ്പിളാക്കിയിട്ട് മാറ്റാം. എല്ലാവർക്കും അഡോബ് പ്രീമിയർ പ്രോയുടെ മറ്റൊരു മനോഹരമായ സെഷനിലോട്ട് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നത് നമ്മളെ വീഡിയോ എഫക്ട്സിനെ കുറിച്ചായിരുന്നു അല്ലേ. നമ്മളതായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കളർ കറക്ഷൻ എന്ന് പറഞ്ഞ ഫോൾഡറിലെ എഫക്ട്സുകൾ. കളർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീമിയർ പ്രോയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. നമ്മൾ നല്ല നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ എന്തായാലും കളർ കറക്ഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് വീഡിയോസ് എടുക്കും അല്ലേ. നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഇവൻറ്റ്സ് ആണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് ഷോർട്സ് എടുക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ ആ ലാസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മളെ കളർ കറക്ഷൻ. കളർ കറക്ഷൻ എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഫസ്റ്റത്തെ എഫക്റ്റ് ACSCDL എന്ന് പറഞ്ഞാണ്, അമേരിക്കൻ സൊസൈറ്റി ഫോർ സിനിമാറ്റോഗ്രാഫി ബ്ലാ 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 ബ്ലാ. നമുക്കത് ഇയാളെ പിടിച്ചിട്ട് ജസ്റ്റ് ഇതിലോട്ട് വന്നിടാം. ഓക്കെ, ഇവിടെ നമ്മൾ പിടിച്ചിട്ടപ്പോൾ തന്നെ നമുക്ക് ഈ സൈഡിൽ ഈ ASCDL ഇതിൻ്റെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ റെഡ്, ഗ്രീൻ, ബ്ലൂ ഈ മൂന്ന് തന്നെ വാല്യൂസ് നമുക്ക് മാറ്റാം. റെഡിന് തന്നെ 3 വാല്യൂസ് ഉണ്ട്, സ്ലോപ്പ്, ഓഫ്സെറ്റ് പവർ, അതേപോലെ ഗ്രീനിന് തന്നെ സ്ലോപ്പ്, ഓഫ്സെറ്റ് പവർ. അങ്ങനെ 3 എഫക്റ്റുകൾ, 3 ഓപ്ഷൻസ് ആണുള്ളത് ഓരോ ചാനലിലും. ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളത് സാച്ചുറേഷൻ ആണ്. ഇത് നമുക്ക് ഓരോന്നായിട്ട് മാറ്റി നോക്കി കഴിഞ്ഞാൽ ഇതാ വാല്യൂസ് ഇങ്ങനെ ഇതിൽ നമ്മൾ വാല്യൂസൊക്കെ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് അത് നമ്മളുടെ വീഡിയോസിലുള്ള മാറ്റങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് റെഡ് എന്ന് പറഞ്ഞ ചാനലിലെ ഈ വാല്യൂസുകളാണ്. ഓക്കെ, ഇതേപോലെ ഗ്രീനും ഉണ്ട്, ബ്ലൂ ഉണ്ട്, മാത്രമല്ല സാച്ചുറേഷൻ കൂടിയുണ്ട്. ഈ സാച്ചുറേഷൻ നമുക്ക് കൂട്ടാം കുറയ്ക്കാം. പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ സമയങ്ങളൊന്നും ഇതങ്ങനെ യൂസ് ചെയ്തായിട്ട് കാണാറില്ല. അങ്ങനെ യൂസ് ചെയ്യുക സത്യം പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യാറില്ല. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ, ടി വിയിലൊക്കെ നിങ്ങൾ മാറ്റുന്ന സംഭവം തന്നെ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും കൂട്ടാം. ഓക്കെ, ഇനി നമ്മൾ ഈ ആപ്പിളിൻ്റെ മാത്രമാണ് നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് മാസ്കിങ് ചെയ്യാം കേട്ടോ. മാസ്കിങ് ചെയ്തിട്ട് ആപ്പിളിൻ്റെ മാത്രമായിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചേഞ്ച് കളർ എന്ന് പറഞ്ഞ എഫക്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് ചേഞ്ച് കളറിനെ പിടിച്ച് ഇങ്ങോട്ട് ഇട്ട് നോക്കാം. ഓക്കെ, ഇട്ട് കഴിഞ്ഞാൽ എഫക്റ്റ് കൺട്രോൾസ് എന്ന് പറഞ്ഞ പാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചേഞ്ച് കളർ എന്ന് പറഞ്ഞ എഫക്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെയുള്ള കറക്റ്റ് ലെയർ കളർ കറക്ഷൻ മാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മാസ്ക് തൽക്കാലം ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് കറക്റ്റ് ലെയർ നമ്മൾ ഉപയോഗിക്കാം. ഇവിടെ ഇങ്ങോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും കളർ സെലക്ഷൻ ടൂൾ. ഇയാളെ ഞാൻ പിടിച്ചു, എന്നിട്ട് ഞാൻ ഈ ആപ്പിളിൻ്റെ ഗ്രീൻ കളറിൽ പോയി ക്ലിക്ക് ചെയ്തു. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ബോക്സിനകത്ത് ഗ്രീൻ കളർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ ഗ്രീൻ കളറിൻ്റെ, അതായത് ഈ വീഡിയോയിൽ ഈ ഗ്രീൻ കളറിൻ്റെ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കളർ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ഈ മാച്ചിങ് ടോളറൻസ് ഒന്ന് കൂട്ടാം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഹ്യൂ ഒന്ന് അല്പം കൂട്ടാം. ഇപ്പോൾ കണ്ടോ, ആ ആപ്പിൾ കുറച്ചുകൂടി ഒന്ന് പച്ചയായി അല്ലേ. ആ പച്ചയിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് പച്ചയായി. ഇനി അതിൻ്റെ ലൈറ്റ്നെസ് ഒന്നും കൂടി കൂട്ടാം. ഇതിൻ്റെ സാച്ചുറേഷൻ നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സെലക്ട് ചെയ്ത കളറിന് മാത്രമാണ് മാറ്റങ്ങൾ വരുന്നത്. ഇപ്പം നമ്മളുടെ ആപ്പിൾ കുറച്ചും കൂടി ഒന്ന് പച്ചയായി അല്ലേ, ഒന്നും കൂടി ഒന്ന് പച്ച കളറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചേഞ്ച് കളർ. നമുക്ക് എന്തിൻ്റെയും കളർ ഇതേപോലെ ചേഞ്ച് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചേഞ്ച് ടു കളർ എന്ന് പറഞ്ഞ എഫക്റ്റാണ്. ഈ എഫക്റ്റിനെ നമ്മൾ പിടിച്ചിട്ട് ഇങ്ങോട്ട് ഒന്ന് ഇട്ടു. നമ്മൾ നേരത്തെ നോക്കിയ എഫക്റ്റിനെ പോലെ തന്നെയാണ്, ചെറുതായിട്ടൊരു മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഏത് കളറിൽ നിന്ന് ഏത് കളറിലോട്ടാണ് പോകേണ്ടതെന്നാണ് നമ്മളോട് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കളർ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചു, എന്നിട്ട് ഞാൻ ഈ ആപ്പിളിനെ സെലക്ട് ചെയ്തു. ഓക്കെ, ആപ്പിളിനെ സെലക്ട് ചെയ്ത് എന്താ സംഭവിച്ചത്, ബാക്കി ആപ്പിളിൻ്റെ അതേ കളറുള്ള ഒരുപാട് സംഭവം ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു അല്ലേ. അത് ഉണ്ടായതെന്ന് കണ്ട തന്നെ അതൊക്കെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ ഫ്രെയിമിനുള്ള എല്ലാ ആ സെയിം കളറും അങ്ങനെ സെലക്ഷൻ ആവും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇവിടെ ഇയാളെ മാസ്ക് ചെയ്യാൻ പോകുന്നു. എങ്ങനെ നമ്മൾ മാസ്ക് ചെയ്യുക, നമ്മൾ ഇയാളെ പിടിക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഓൾറെഡി ഒരു ബോക്സ് വന്നു അല്ലേ, എന്നിട്ട് ഇയാളെ ഇങ്ങോട്ടെടുത്തു, മാസ്കിനെടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ അല്പം ഫെദർ അല്പം കൂട്ടുകയാണ് ഫ്രെയിമിൻ്റെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ഇയാളെ സെലക്ട് ചെയ്തു, എന്നിട്ട് ആപ്പിൾ സെലക്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇയാളെ റെഡാക്കി ഫിറ്റ് ടു സ്ക്രീൻ ആക്കി. എന്നിട്ട് നമ്മൾ ഇതിൽ അല്പം ഹ്യൂ അല്പം കൂട്ടിയാക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ നല്ല ചുവന്ന ആപ്പിളായി മാറിയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുമ്പോൾ വെച്ചാൽ, നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി. നമ്മളുടെ ആ പ്ലേ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു എന്താ പറയുക,
ഈ മാസ്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ വന്നിട്ട് നമ്മൾ അതിനെ ട്രാക്ക് ചെയ്യാൻ പോകണം. ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്ക് പാത്ത് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ട്രാക്ക്. ഇപ്പോൾ നമ്മളുടെ പച്ച ആപ്പിളിനെ നമ്മൾ നല്ല പഴുത്ത ആപ്പിളാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ചാനൽ മിക്സർ എന്ന് പറഞ്ഞ എഫക്റ്റാണ്. അപ്പോൾ ചാനൽ മിക്സറിനെ പിടിച്ചു, എന്നിട്ട് ഞാൻ പതുക്കെ ഇയാളെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊടുന്നിട്ടു. ഓക്കെ, ഈ സമയത്ത് ചാനൽ മിക്സറിൻ്റെ ഇവിടെ ഇത് നമ്മളെ എഫക്റ്റ് കൺട്രോളിൽ ചാനൽ മിക്സർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ റെഡ് അതായത് ഇതിൻ്റെ കോമ്പിനേഷൻസിൻ്റെ കളേഴ്സൊക്കെയാണ്. അപ്പം ഇത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത് കണ്ടോ. റെഡുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കളറാണ്. നിങ്ങൾ ഈ സ്ട്രോബെറിയുടെ കളറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, റെഡ് ഗ്രീൻ അതേപോലെ എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻസ് ആണ് ഇതൊക്കെ ഇതിൻ്റെ കോമ്പിനേഷൻസ് ആട്ടോ. അങ്ങനെ കംപ്ലീറ്റ് റെഡ് ഗ്രീൻ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഇനി നമുക്കിതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് കൂടി വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയും ഇതേപോലെ കുറച്ചത് മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ ഓക്കെ നമുക്കത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് ചാനൽ മിക്സർ. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കളർ ബാലൻസ് എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ഞാൻ പിടിച്ചു എന്നിട്ട് കളർ ബാലൻസിനെ ഇങ്ങോട്ട് കൊടുത്തിട്ടു. എഫക്റ്റ് കൺട്രോൾസ് കളർ ബാലൻസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും, അതായത് ഷാഡോ റെഡ്, ഷാഡോ ഗ്രീൻ, ഷാഡോ മിഡ് ടോൺ റെഡ്, ഇതൊക്കെ നമുക്ക് മാറ്റി കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നോക്കല്ലേ. കണ്ടോ, ഇപ്പോൾ നല്ല ഗ്രീനായി അല്ലേ. അപ്പോൾ ഇതാണോ നിങ്ങളെ വീഡിയോസ് എങ്ങനെയാണോ, അതായത് നമ്മളുടെ ഷോർട്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് ആംഗിളിൽ, ഇപ്പോൾ സൺലൈറ്റൊക്കെ നമ്മൾ 2 ക്യാമറ വെച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ ഒരു സൈഡിൽ ലൈറ്റ് നന്നായിട്ടുണ്ടാവും, മറ്റു സൈഡിൽ ലൈറ്റ് കുറവായിരിക്കും. അതിനനുസരിച്ച് നമ്മൾ കളറിൽ ബാലൻസ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു വീഡിയോ നിന്ന് അടുത്ത വീഡിയോയിലോട്ട് പോകുമ്പോൾ ഒരു വീഡിയോ നല്ല ഡാർക്കായിരിക്കും, അടുത്ത വീഡിയോ നല്ല ബ്രൈറ്റ് ആയിരിക്കും. അവിടെയാണ് നമ്മൾ ശരിക്കും കളർ കറക്ഷൻ ഉപയോഗിക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കളർ ബാലൻസ് HLS എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം പിടിച്ചു, ഇയാളെ പിടിച്ച് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ടു. ഇതാണ് HLS, ഹ്യൂ, ലൈറ്റ്നെസ്, സാച്ചുറേഷൻ. അപ്പോൾ ഈ കളർ ബാലൻസിൽ നമുക്ക് ഈ 3 മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പിടിച്ചിട്ട് നമ്മൾ തിരിക്കുകയാണെങ്കിൽ കണ്ടോ. ഓക്കെ, ഇത് ബേസിക്സ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ പഴയ പോലെ തന്നെ ആക്കി. ഓക്കെ, കംപ്ലീറ്റ് റീസെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇത് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്വലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റാണ്. ഇക്വലൈസിനെ പിടിച്ചു എന്നിട്ട് ഈ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടു. ഇപ്പോൾ തന്നെ ആ വീഡിയോയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായി അല്ലേ. അപ്പോൾ നമ്മളുടെ എഫക്റ്റ് കൺട്രോളിൽ പോയിട്ട് ഇക്വലൈസ് എന്നുള്ള എഫക്റ്റിൽ പോയി, എന്നിട്ട് ഇക്വലൈസ് ഫോട്ടോഷോപ്പ് സ്റ്റൈൽ. ഓക്കെ, ഇനി എമൗണ്ട് ഈക്വലൈസ്, എത്രത്തോളം ഈക്വലൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് പിടിച്ച് പിന്നിലോട്ട് വരുമ്പോൾ കണ്ടോ, ആ വീഡിയോ കുറച്ചൊന്ന് ബ്രൈറ്റ്നെസ് ഒന്ന് കൂടുന്നത് കണ്ടോ. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു ബ്രൈറ്റ്നെസ് ഇതൊക്കെ ഈക്വലൈസ് ചെയ്യാണ് നമ്മളുടെ വീഡിയോനോട്. നമ്മൾ ഇതിലിപ്പോൾ ഭയങ്കരമായിട്ട് ബ്രൈറ്റ്നെസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ബ്രൈറ്റ്നെസ് കുറച്ച് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ ഈ എഫക്റ്റ് കുറച്ചു. ഓക്കെ, ഇത് നല്ലൊരു എഫക്റ്റ് കൂടിയാണ്. നമ്മളുടെ ചില വീഡിയോസിലൊക്കെ നമുക്ക് ഒരുപാട് വീഡിയോസിൽ ജസ്റ്റ് എല്ലാത്തിലും കൂടി നമുക്ക് എഫക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് എല്ലാവർക്കും ഈ ഈക്വലൈസുള്ള എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീവ് കളർ എന്ന് പറഞ്ഞ എഫക്റ്റാണ്. നമ്മൾ നേരത്തെ ചേഞ്ച് കളർ എന്ന് പറഞ്ഞ എഫക്റ്റിനെ കുറിച്ച് പഠിച്ചിരുന്നു. അതുപോലെ തന്നെയാണ്, പക്ഷേ ചെറിയൊരു മാറ്റം. ഓക്കെ, നമ്മളിതിനെ പിടിച്ച് ഡ്രാഗ് ചെയ്തു, എഫക്റ്റ് കൺട്രോളിൽ വന്നു. ഓക്കെ, ഇവിടെ കണ്ടോ കളർ ടു ലീവ് എന്നുള്ള ഓപ്ഷൻ. ഇതിൽ ഞാൻ ഈ റെഡാണ് ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ തൽക്കാലം എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആപ്പിളിൻ്റെ ആ കളർ ഞാൻ സെലക്ട് ചെയ്യാം കേട്ടോ ഇവിടെ. ഓക്കെ, അപ്പോൾ ആ ഗ്രീൻ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ടോളറൻസ് അല്പം ഞാൻ ഒന്ന് കൂട്ടി. ഓക്കെ, എന്നിട്ട് എമൗണ്ട് ഡീ കളർ. ഇത് ചെയ്യുമ്പോൾ എന്താണ് മാറ്റം വരുന്നത് നമുക്ക് നോക്കാം. ഈ ഗ്രീൻ കളർ അല്ലാത്ത കളറുകളുണ്ടല്ലോ, അതിനായിരിക്കും ഇവിടെ മാറ്റം വരുന്നുണ്ടാവും. ഞാൻ ടോളറൻസ് കുറച്ചൊന്ന് കുറയ്ക്കുകയാണ്. ഓക്കെ, ഈ ലുമെട്രി കളറിനെ ഞാൻ പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് നമ്മളെ വീഡിയോയിലോട്ട് കൊടുത്തിട്ടോ. കൊടുത്തിട്ട സമയത്ത് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ലുമെട്രി കളർ വന്നിട്ടുണ്ട്. ഇതിൽ ബേസിക് കറക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഞാൻ എക്സ്പാൻഡ് ചെയ്യാണ്. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം എക്സ്പോഷ്യർ, കോൺട്രാസ്റ്റ്, എല്ലാ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ലുമെട്രി കളർ എഫക്റ്റ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത്. ഇതിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, തൽക്കാലം നമുക്ക് ഈ എഫക്ട്സ് ഒക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഈ പാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ലുമെട്രി കളർ എന്ന് പറഞ്ഞിട്ടല്ലേ.
ഓക്കെ, എന്നിട്ട് ഞാൻ ഈ വീഡിയോ സെലക്ട് ചെയ്തു, ലുമെട്രിക് കളർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ബേസിക് കറക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴും ഈ എഫക്റ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നു അല്ലേ. നമുക്ക് ഇതേപോലെ ഇതിനകത്തുനിന്നും അവിടെ നേരത്തെ ചെയ്തിരുന്ന അത് വളരെ സിമ്പിളായിട്ട് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെയും നമുക്ക് ലുമെട്രിക് കൺട്രോൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ടിൻറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റാണ്. നമ്മൾ ഈ ടിൻറ്റ് പറഞ്ഞ എഫക്റ്റിനെ പിടിച്ച് ഇങ്ങോട്ട് കൊടുത്തിട്ടു. ഇവിടെ കണ്ട് ഇപ്പോൾ ഉണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയ സംഭവം അല്ലേ. മാപ്പ് ബ്ലാക്ക് 2 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്, മാപ്പ് വൈറ്റ് 2 എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നുണ്ട്. നമ്മൾ ഈ ബ്ലാക്ക് സെലക്ട് ചെയ്തു. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് മാറ്റിയിട്ട് വേറെ കളറിലോട്ടാക്കാം. കണ്ടോ, നമ്മൾ ബ്ലാക്കുകളൊക്കെ എന്തായി റെഡായി മാറി, വൈറ്റുകളൊക്കെ എന്തായി ഇത് നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ ആക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ബ്ലാക്കിന് നമുക്ക് റെഡാക്കി മാറ്റി, വൈറ്റിന് നമ്മൾ ബ്ലൂ ആക്കി മാറ്റി. ഇനി എമൗണ്ട് ടിൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കുറയ്ക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അതാ കൂടി കുറഞ്ഞു. ഇതൊരു നല്ലൊരു എഫക്റ്റാണ്. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ പെട്ടെന്ന് നേരത്തെ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്തിരുന്നു, എഫക്റ്റിൽ നമ്മൾ നോക്കിയിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ പറ്റും കേട്ടോ. പക്ഷേ നമുക്ക് ബ്ലാക്കും വൈറ്റിൻ്റെ കളറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ ലിമിറ്റർ എന്ന് പറഞ്ഞ എഫക്റ്റാണ്. ഇയാളെ പിടിച്ചു ഇവിടെ കൊടുത്തിട്ടു. എന്നിട്ട് നമ്മൾ ഇത് സാധാരണ ചെയ്യുന്നത് നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴുള്ള അതിൽ കംപ്രഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് സാധാരണ രീതിയിൽ നമ്മളിവിടെ ഉപയോഗിക്കാത്ത ഒരു സംഭവമാണിത്. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു എഫക്റ്റ് ഒന്നും ഇതിൽ കണ്ടോ, ഇങ്ങനെ ഒരു എഫക്റ്റ് വരുന്നുണ്ട് ഇതിനകത്ത്. അത്രയ്ക്ക് എന്തിനാണ് നമ്മൾ കളർ കറക്ഷനിൽ പറയാനുള്ളത്.